ഫ്രണ്ട്സ്, ചിക്ക്മാംഗ്ലൂരിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്ന വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലേ? എല്ലാവരും അറിഞ്ഞു കാണും. രാവിലെ തൊട്ട് ന്യൂസ് ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണും. പക്ഷെ ഈ കുറച്ച് മാവോയിസ്റ്റുകൾ രക്ഷപ്പെട്ട് ഓടിയെത്തിയത് കേരളത്തിലാണ് എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് തന്നെ രൂക്ഷമായിട്ട് ഉള്ള സെർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം 5 ഓളം വരുന്ന മാവോയിസ്റ്റുകൾ, ആയുധധാരികളായിട്ടുള്ള മാവോയിസ്റ്റുകൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പലചരക്ക് കടയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് ആന്റി നക്സൽ സ്ക്വാഡും അവിടുത്തെ പോലീസും കൂടെ ചേർന്ന് മാവോയിസ്റ്റുകൾക്കെതിരെ നടത്തിയ ഏറ്റുമുട്ടലിലാണ് വിക്രം ഗൗഡ, മാവോയിസ്റ്റ് കമാൻഡർ ആയിട്ടുള്ള വിക്രം ഗൗഡ കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ വിക്രം ഗൗഡയുടെ കൂടെ ഉണ്ടായിരുന്ന 2-3 മാവോയിസ്റ്റുകൾ രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ടെന്നും അവർ കേരളത്തിലോട്ട് എത്താൻ സാധ്യതയുണ്ടെന്നും സൂചന കിട്ടിയതിനെ തുടർന്നാണ് ഈ രൂക്ഷമായിട്ടുള്ള സെർച്ച് ഒക്കെ നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ വനമേഖലകളിലാണ് സെർച്ച് നടക്കുന്നത്. അതായത് കേരള കർണാടക അതിർത്തിയിലുള്ള വനമേഖലകളിലാണ് സെർച്ച് നടത്തുന്നത്. അതുപോലെ തന്നെ മുമ്പ് തന്നെ മലപ്പുറം, വയനാട്, നിലമ്പൂർ എന്നീ സ്ഥലങ്ങളിലെ ഉൾക്കാടുകളിൽ എന്തുണ്ടായിട്ടുണ്ട്? മാവോയിസ്റ്റുകൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 4 മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ആ സമയം അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ജാഗ്രതയിലായിരുന്നു. പിന്നീടാണ് വയനാട് ദുരന്തമൊക്കെ ഉണ്ടായത്. അതോടെ തന്നെ മാവോയിസ്റ്റുകൾ പിന്മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ SOGക്കാര് കൂടുതൽ തിരച്ചിലിന് പോയിട്ടില്ല. അപ്പൊ ഈ സാഹചര്യം മുതലെടുത്ത് അവർ കേരളത്തിലെ പണ്ടത്തെ അവരുടെ ഒളിത്താവളത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ഈ സെർച്ച് ഒക്കെ നടക്കുന്നത്. 13 വർഷത്തിനിടെ ഉടുപ്പിയിൽ നടന്ന ആദ്യത്തെ മാവോയിസ്റ്റ് അറ്റാക്കാണ്. അതായത് മാവോയിസ്റ്റ് പോലീസ് ആന്റി നക്സൽ സ്ക്വാഡ് അറ്റാക്കാണ് ഈ നടന്നിരിക്കുന്നത്. ഇപ്പോൾ വിക്രം ഗൗഡ എന്താണ് ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാന നേതാവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വിക്രം ഗൗഡയെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ചുണ്ട്. ഉടുപ്പി ജില്ലയിലെ കർക്കള താലൂക്കിലെ സീതാബൈലു പ്രദേശത്തായിരുന്നു ഏറ്റുമുട്ടൽ. മാവോയിസ്റ്റ് മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവിയായ വിക്രം ഗൗഡ ദക്ഷിണേന്ത്യയിലെ പ്രധാന മാവോയിസ്റ്റ് നേതാവ് കൂടിയാണ്. ഇതാണ് വിക്രം ഗൗഡയെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തന്നെ. ഇനി വിക്രം ഗൗഡയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമുക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ പറയാം. ഉടുപ്പിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ വിക്രം ഗൗഡ കൊല്ലപ്പെട്ടതായി ഹെബ്രി പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷ് TM സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹെബ്രി താലൂക്കിലെ നദ്രലു ഗ്രാമത്തിൽ നിന്നുള്ള മോസ്റ്റ് വാണ്ടഡ് മാവോയിസ്റ്റ് വിക്രം ഗൗഡയാണ് മരിച്ചത്. പ്രദേശത്തെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള സൂചനയുടെ അടിസ്ഥാനത്തിൽ ആന്റി നക്സൽ സ്ക്വാഡും അതുപോലെ തന്നെ പോലീസ് സംഘവും ഇന്നലെ രാത്രി സായുധ ഓപ്പറേഷൻ നടത്തുകയും മാവോയിസ്റ്റുകളെ ലക്ഷ്യം വെക്കുകയും ചെയ്തു. ഇതാണ് മഹേഷ് TMന് പറയാനുള്ളത്. സബ് ഇൻസ്പെക്ടർ മഹേഷ് TMന് പറയാനുള്ളത്. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയുടെ അഭിപ്രായത്തിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിലെ പ്രധാന നേതാവായിരുന്നു വിക്രം ഗൗഡ. ഇയാൾ പതിറ്റാണ്ടുകളായി പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിയുകയായിരുന്നു. മാവോയിസ്റ്റ് ഗ്രൂപ്പ് സജീവമായിരുന്നു. വിക്രം ദീർഘകാലമായി തിരയുന്ന മാവോയിസ്റ്റ് നേതാവായിരുന്നു. ഓപ്പറേഷൻ നടക്കുന്നതിനിടെ ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു. ഇത് തിരിച്ചടിക്കാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചു. ഇത് ഗൗഡയുടെ മരണത്തിൽ കലാശിച്ചു. ഇതാണ് കേന്ദ്രമന്ത്രി പരമേശ്വര പറഞ്ഞത്. കബിനാലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. വിക്രം ഗൗഡയെ കൊലപ്പെടുത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന മറ്റ് 2-3 പേർ കാട്ടിലേക്ക് രക്ഷപ്പെട്ടതായും ആഭ്യന്തരമന്ത്രി വെളിപ്പെടുത്തി. അവർക്കായിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. ഈ 2-3 പേര് കേരളത്തിലോട്ട് എത്തിയിട്ടുണ്ട് എന്നൊരു സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ ഓരോ വനമേഖലകളിലും ഉൾക്കാടുകളിലുമൊക്കെ നമ്മുടെ പോലീസും ആന്റി നക്സൽ സ്ക്വാഡും ഒക്കെ തിരച്ചിൽ നടത്തുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ന്യൂസ്. താങ്ക് യു ഫോർ വാച്ചിങ്.